ജിപ്സം പ്ലാസ്റ്ററിംഗ് ചെയ്യുമ്പോൾ ഓരോ ഭിത്തിയുടെയും ലെവൽ അടിച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ വാളെല്ലാം പക്ക ലെവലായിരിക്കും. ജിപ്സം പ്ലാസ്റ്ററിങ്ങിന്റെ ഫൈനൽ ഫിനിഷിംഗ് കഴിഞ്ഞ ഒരു ഭിത്തിയാണ് നമ്മൾ ഈ കാണുന്നത്. വെട്ടിത്തിളങ്ങുന്നുണ്ടോ? ഇനി ഒട്ടും പെയിന്റ് പോലും അടിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ജിപ്സം പ്ലാസ്റ്ററിംഗ് ചെയ്ത ഒരു സൈറ്റിലാണ്. ഏതാണ്ട് ഒരു 5-6 മാസം മുന്നേ ജിപ്സം പ്ലാസ്റ്ററിംഗ് ചെയ്തതാണ്. അതിനുശേഷം ടൈൽ വർക്കൊക്കെ കഴിഞ്ഞ് ഒരു ഫിനിഷിംഗ് വർക്കാണ് ഇപ്പം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിക്ക ആളുകളും പറയുന്ന ഒരു കാര്യം കേട്ടിട്ടുണ്ട്, അതായത് ജിപ്സം പ്ലാസ്റ്ററിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഫിനിഷിംഗ് റെഡി ആയിട്ടില്ല, അതുപോലെ തന്നെ പൊട്ടിയിട്ടിട്ടാണ് ഇത് ഫിനിഷ് ചെയ്ത് പെയിന്റ് അടിച്ചതെന്നൊക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ജിപ്സം പ്ലാസ്റ്ററിംഗ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ഫിനിഷിംഗ് കൃത്യമായിട്ട് ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്, എങ്ങനെയാണ് പിന്നീടൊരു പാച്ച് വർക്ക് റിപ്പയർ വർക്കൊന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ പെയിന്റിങ്ങിലേക്ക് എത്താം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വർക്ക് ചെയ്യുന്ന ആ ഏരിയയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. കോതമംഗലം അടിമാലി റൂട്ടിൽ 4500 സ്ക്വയർ ഫീറ്റ് തീർത്ത അതിമനോഹരമായ ഒരു വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ കയറി പോകുന്നത്. ഇവിടെ ജിപ്സം പ്ലാസ്റ്ററിങ്ങിന്റെ ഫൈനൽ ഫിനിഷിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജിപ്സം പ്ലാസ്റ്ററിങ്ങിന്റെ ഫൈനൽ ഫിനിഷിങ്ങിന് വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഈ സ്കെട്ടിങ്, ടൈലിട്ടതിൻ്റെ ശേഷമുള്ള സ്കെട്ടിങ്ങിന്റെ കുറച്ച് ഗ്യാപ്പുകളൊക്കെ കാണും. കാരണം അതിൻ്റെ ഒരു 4 സെന്റിമീറ്റർ മേലെ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് ആദ്യം ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ എവിടെയെങ്കിലും കൂടുതൽ കട്ടിങ്, സ്വിച്ച് ബോക്സോ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കട്ടിങ്ങുകളൊക്കെ റെഡിയാക്കി ചെയ്യുന്ന പരിപാടിയാണ് ആദ്യം ചെയ്യുന്നത്. കാരണം പണി നടക്കുന്ന ഒരു വീടാകുമ്പോൾ കുറച്ച് സ്വിച്ച് ബോക്സുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാനിങ് ഒക്കെ കുറച്ച് മാറ്റുകയും അതുപോലെ കുറച്ച് വെട്ടുകയും കുത്തുകയൊക്കെ ചെയ്യും. അപ്പോൾ അന്നേരം കുറച്ച് ഡാമേജ് ആവുന്ന സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യം ക്ലിയർ ആക്കി എടുക്കുന്നത്. അതുകൂടാതെ ജിപ്സത്തിൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് കുറച്ചൊന്നും വലിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. തിക്നെസ് ഒക്കെ കൂടുതൽ വരുന്ന ഏരിയയിൽ കുറച്ച് വലിച്ചിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതെല്ലാം ഉണങ്ങിയതിന് ശേഷം ഈ ഒരു പാച്ച് വർക്കിൽ പൂർണ്ണമായിട്ടും ക്ലിയർ ആവുന്നതാണ്. ചെറിയ ചെറിയ പാച്ച് വർക്കുകൾ, ടച്ചപ്പ്, ഫിനിഷിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് പേപ്പറിംഗ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഡോർസിൻ്റെയും വിൻഡോസിൻ്റെ ഒക്കെ ഈ കോർണർ വളരെ ഷാർപ്പായിട്ട് ബ്ലേഡ് പോലെ വെച്ച് കഴിഞ്ഞാൽ അത് ചെറുതായിട്ട് അടരാനൊക്കെ ഉള്ള സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ പൊട്ടിയിട്ടിട്ടാണെങ്കിൽ പോലും അതുപോലെ അടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ചെറുതായിട്ടൊന്ന് പേപ്പർ പിടിച്ച് ചെറിയൊരു ഒന്ന് ഉരുട്ടി ഒന്ന് എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എടുക്കുന്നത് മൂലം ഇത് അടന്നു പോകാനുള്ള സാധ്യത തീരെ കുറവായിരിക്കും. അടുത്തതായിട്ട് ഫിനിഷിംഗ് വർക്ക് ചെയ്യുന്ന കാര്യം, ചെറിയ ചെറിയ വേവ്സ് അതുപോലെ തന്നെ ചെറിയ തരി പോലെയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് പേപ്പർ ഓടിച്ച് ലൈറ്റിൽ ചെക്ക് ചെയ്ത് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ലൈറ്റ് കൊണ്ട് ചെക്ക് ചെയ്ത് വേറെ വേവ്സ് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മളിപ്പോഴും കാണുന്ന ഈ ഒരു ബീമിൻ്റെ ഭാഗത്ത് ചെറിയ ലെങ്ത് വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം ടൈലിട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് ഏറ്റക്കുറച്ചിൽ വന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റാക്കി എടുത്തിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബോർഡറുകൾ, വിൻഡോസിൻ്റെ കുറച്ച് ബോർഡറുകളൊക്കെ കുറച്ച് അടന്നു പോവുകയും അതുപോലെ തന്നെ കുറച്ച് ലെവൽ വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഈ ഫൈനൽ ഫിനിഷിങ്ങിൽ നമ്മളെല്ലാം ക്ലിയർ ആക്കി ചെയ്യുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഫൈനൽ ഫിനിഷിങ്ങും ടച്ചപ്പും പാച്ച് വർക്കും പേപ്പറിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം നല്ല അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തെടുത്ത ഭിത്തിയാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. ഇനി ഇതിൽ പ്രൈമറോ പെയിൻറ്റോ ഒക്കെ അടിക്കുക എന്നൊരു പരിപാടി മാത്രമാണ് ഇതിനകത്തുള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് യാതൊരു വേവ്സും ആൻഡുലേഷൻസും ഒന്നുമില്ല. വളരെ പക്ക ക്ലിയർ ആയിട്ടിരിക്കുകയാണ്. നല്ലൊരു വൈറ്റ്നസ് ഉണ്ടോ. ജിപ്സം പ്ലാസ്റ്ററിംഗ് ചെയ്തൊരു സർഫേസ് ഇത്രയധികം വൈറ്റ്നസ് ഉള്ളതുകൊണ്ട് തന്നെ അധികം പെയിൻറ്റിൻ്റെയോ പ്രൈമറിൻ്റെയോ ഒന്നും യൂസേജ് വരുന്നില്ല. അപ്പോൾ എന്തായാലും ജിപ്സം പ്ലാസ്റ്ററിങ്ങിൻ്റെ ഫൈനൽ ഫിനിഷിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇനി അടുത്തതായിട്ട് ജിപ്സം പ്ലാസ്റ്ററിങ് തുടക്കം മുതലേ കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് കാണിക്കാം. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ജംപ്ലാസ്റ്റ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ജിപ്സമാണ്. ഒരു കമ്പനി തന്നെ ലൈഫ് ടൈം വാറണ്ടിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. സീലിങ്ങിലൊക്കെ ജിപ്സം കറക്റ്റായി പിടിച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗം അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ജിപ്സം തേച്ച് പിടിപ്പിക്കുന്നത്. ജിപ്സം പ്ലാസ്റ്ററിങ്ങിന് ഉപയോഗിക്കുന്ന ജിപ്സം പ്രകൃതിയിൽ നിന്ന് തന്നെ മൈൻ ചെയ്തെടുക്കുന്ന ഒരു നാച്ചുറൽ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ കൈ കൊണ്ട് തേക്കുന്നതിനൊന്നും യാതൊരു കുഴപ്പമില്ല. കൈക്കൊന്നും യാതൊരു പൊള്ളലോ കാര്യങ്ങളോ ഒന്നുമില്ല. സിമെൻ്റൊക്കെ തേക്കുമ്പം സാധാരണ ഇതിൽ കൈ കൊണ്ട് തേച്ചാൽ പൊള്ളലൊക്കെ വരാറുണ്ട്. പക്ഷേ ജിപ്സം ചെയ്യുമ്പോൾ യാതൊരുവിധ പ്രശ്നങ്ങളും കാണുന്നില്ല. കാരണം ഇതൊരു കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ്.
ഏത് തരത്തിലുള്ള ഭിത്തിയിലാണെങ്കിലും ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ ഓരോ ഭിത്തിയുടെയും തിക്നെസ് നിശ്ചയിക്കുന്നതിന് വേണ്ടി മാലടിക്കുക എന്നൊരു പരിപാടിയാണ് ആദ്യം ചെയ്യുന്നത്. ഇതുപോലെ ഈ സ്കെയിൽ പോലെ വെച്ച് പിടിപ്പിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഓരോ ഭിത്തിയുടെയും തിക്നെസ് അനുസരിച്ച് ഇത് സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ജിപ്സം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ജിപ്സം പ്ലാസ്റ്ററിങ്ങിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ എക്സ്പീരിയൻസുകളും കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്